ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. രാമേട്ടൻ ലീവിന് പോയി ഒഴിവുള്ള പുതിയ അപ്പോയിന്റ്മെന്റാ. ഒരു അല്പം വളഞ്ഞ വഴിയാണ്, അതാണ് കളക്ടറുമായിട്ട് അറിയാതിരുന്നത്. താൽക്കാലിക വേക്കൻസില ഈ ഡെയിലി വേജസിന്റെ. ഏയ്, ഇതൊന്നും ശരിയാവില്ല വിഷ്ണുട്ടാ. വിഷ്ണുട്ടൻ എന്റെ ഭർത്താവാ, ഞാൻ ബഹുമാനിക്കുന്ന ആള്. ആ ആള് എന്റെ കീഴിൽ ഒന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞ. അയ്യേ എടോ, നമുക്ക് പരസ്പരം അറിയാലോ. എനിക്ക് തന്നെ അറിയാം, തനിക്ക് എന്നെ അറിയാം. പിന്നെന്താ? പിന്നെ ആളുകൾക്ക് മുമ്പിലൊന്ന് അഭിനയിച്ചാ പോരെ. അതിൽ ഞാൻ എക്സ്പേർട്ട് ആണെന്ന് തനിക്കറിയാലോ. അതെ, പിന്നെ ഒന്നുമില്ലെങ്കിൽ ഈ സാരഥി പണി അത്ര മോശം പണിയൊന്നും അല്ല. അർജുന്റെ സാരഥി ആരായിരുന്നു? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനായിരുന്നില്ലേ? കൃഷ്ണന്റെ കഴിവുകൊണ്ടാണ് മഹാഭാരത യുദ്ധം തന്നെ ജയിച്ചത്. അതിന് ഞാൻ കളക്ടറേറ്റ് പോകുന്നത് യുദ്ധത്തിനാണോ? അല്ലല്ലോ. എടോ തന്റെ ശത്രുക്കളുടെ എണ്ണം വെച്ചിട്ട് അതൊരു കുരുക്ഷേത്ര ഭൂമി തന്നെയാണ്. എന്റെ മനസ്സ് പറയും, കൃഷ്ണന്റെ സാമീപ്യം പോലെ എന്റെ കൂടെ തന്റെ സാന്നിധ്യം ഉണ്ടാവണോന്ന്. എടോ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് പരസ്പരം കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടി മറിഞ്ഞൊക്കെ ഇരിക്കാലോ. പിന്നെ ഒഴിവുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ജോലി ആനന്ദപ്രഭാക്കുകയും ചെയ്യാം. ചെറിയ മോഹമൊന്നും അല്ലല്ലോ. പക്ഷെ വിഷ്ണുട്ട, ഈ വിഷ്ണുട്ടൻ എന്റെ ഡ്രൈവറായിട്ട് വരാന്ന് പറയുമ്പോ എനിക്കെന്തോ. ഹലോ മാഡം. മാഡം? ആ, പിന്നെ മേലുദ്യോഗസ്ഥയുള്ള വനിതനെ ബഹുമാന സൂചകം വിളിക്കേണ്ടത് മാഡം എന്ന് തന്നെയല്ലേ? എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് മാഡം തന്നെയല്ലേ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? പക്ഷെ വിഷ്ണുട്ട, ഇത് കുട്ടിക്കളിയല്ല. ഇത് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയാ. വിഷ്ണുട്ടനെ കൊണ്ട് നടക്കില്ല. അതെ മോളെ, അല്ല മാഡം അങ്ങനെ പറയരുത്. ഈ ഭൂമിക്ക് താഴെയുള്ള എന്തും, അതെന്ത് കുഴപ്പം പിടിച്ച പണിയാണെങ്കിലും ഈ വിഷ്ണുവിന്റെ കയ്യിൽ ഭദ്രായിരിക്കും കേട്ടാ. പിന്നെ ഈ ഡ്രൈവിംഗ്, പിന്നിലിരിക്കുന്ന സ്വന്തം ജീവന്റെ ഭാഗമായിട്ടുള്ള കളക്ടർ ആവുമ്പോ ശ്രദ്ധ അല്പം കൂടുതലേ ഉണ്ടാവുള്ളൂ.